Good morning students, welcome to our EVS class. Today we are going to study class 2 EVS chapter 7 our environment. Okay, this is your chapter 7 our environment. Environment. എന്താണ് environment എന്ന് പറഞ്ഞാൽ? Environment എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി അല്ലേ? നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ പറയുന്ന പേരാണ് environment അല്ലെങ്കിൽ പരിസ്ഥിതി. ഓക്കെ, നിങ്ങൾ EVS പഠിക്കുന്നു. EVS എന്ന് പറഞ്ഞാൽ എന്താണ്? എൻവയോൺമെന്റൽ സ്റ്റഡീസ് അല്ലേ? നമ്മുടെ ചുറ്റുപാടിനെ നമ്മൾ അറിയുക. ഓക്കെ, സോ അവർ 7th chapter is our environment. All the things that you see around you make up your environment. With the birds in the sky, with the plants, rivers, roads, buildings, animals in the forest and the people. Okay, അതായത് നമ്മൾ നമ്മുടെ ചുറ്റുപാടും കാണുന്ന വസ്തുക്കളാണ്. എന്തൊക്കെ വസ്തുക്കളെ നിങ്ങൾ കാണും? ബേർഡ്സ് ഇൻ ദ സ്കൈ അല്ലേ? പക്ഷികൾ ആകാശത്തൂടെ പറന്നു പോകുന്നു. അതുപോലെ തന്നെ റിവേഴ്സ്, റോഡ്, പിന്നെ എന്താ ബിൽഡിങ്സ്, ആനിമൽസ് ഇൻ ഫോറസ്റ്റ്, പിന്നെ എന്താണ് ദ പീപ്പിൾ, നമുക്ക് ചുറ്റുപാടുമുള്ള മനുഷ്യർ. ഇതെല്ലാം ഉൾക്കൊള്ളുന്നത് എന്തിലാണ്? നമ്മുടെ എൻവയോൺമെന്റിലാണ്. ഓക്കെ, the land, water and air are also a part of our environment. നമ്മുടെ എൻവയോൺമെന്റിന്റെ ഒരു പാർട്ടാണ്. ഏതൊക്കെയാണ്? ലാൻഡ്, the land, water, and air. These are the part of our environment. നമ്മുടെ എൻവയോൺമെന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയുടെ ഒരു പാർട്ടാണ് the land, water and air. ഓക്കെ, ഇതെല്ലാം നമ്മുടെ എൻവയോൺമെന്റിന്റെ പാർട്ടാണ്. Our environment consists of both natural and man-made things. അതായത് നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ പരിസ്ഥിതിയിൽ നാച്ചുറൽ തിങ്സും ഉണ്ട്, മാൻ-മെയ്ഡ് തിങ്സും ഉണ്ട്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പ്രകൃതിയിലുള്ള വസ്തുക്കൾ അല്ലേ? മാൻ-മെയ്ഡ് തിങ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ നിർമ്മിക്കുന്ന വസ്തുക്കളെയാണ് മാൻ-മെയ്ഡ് തിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നാച്ചുറൽ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ള വസ്തുക്കൾ. ഓക്കെ, സോ നാച്ചുറൽ ആൻഡ് മാൻ-മെയ്ഡ് തിങ്സ് as well as living and non-living things. അതായത് നമ്മുടെ എൻവയോൺമെന്റിൽ നാച്ചുറൽ തിങ്സും ഉണ്ട്, മാൻ-മെയ്ഡ് തിങ്സും ഉണ്ട്. ഇത് കൂടാതെ കൊണ്ട് ലിവിങ് തിങ്സും ഉണ്ട്, നോൺ ലിവിങ് തിങ്സും ഉണ്ട്. ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനുള്ള വസ്തുക്കൾ അല്ലേ? അപ്പോൾ നോൺ ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കൾ. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ എൻവയോൺമെന്റ്. സോ ലെറ്റ് us learn more about what make our environment. ഓക്കെ, നമുക്ക് നോക്കാം നമ്മുടെ എൻവയോൺമെന്റിൽ എന്തൊക്കെ വരുമെന്ന്. നാച്ചുറൽ ആൻഡ് മാൻ-മെയ്ഡ് തിങ്സ്. ഓക്കെ, നാച്ചുറൽ തിങ്സ് എന്ന് പറഞ്ഞാൽ തിങ്സ് ആർ ഗിവൺ to us by nature. Okay, things are given by nature. Okay, നമുക്ക് നേച്ചർ തരുന്ന അല്ലെങ്കിൽ പ്രകൃതി തരുന്ന വസ്തുക്കളെയാണ് നമ്മൾ നാച്ചുറൽ തിങ്സ് എന്ന് പറയുന്നത്. തിങ്സ് ആർ given by nature. Things are given by nature. Okay, അതായത് അതിലെന്തൊക്കെ വരും? നാച്ചുറൽ തിങ്സിനകത്ത് വാട്ടർ. ഓക്കെ, അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ പ്രകൃതിയിൽ നിന്ന്. അതുപോലെ എയർ. ഓക്കെ, എയർ, പിന്നെ ലാൻഡ്, പിന്നെ സ്റ്റോൺസ്, ട്രീസ്, മൗണ്ടൻസ്, ക്ലൗഡ്സ്, ദ സൺ, ദ മൂൺ, ഇതെല്ലാം എന്താണ്? നേച്ചറിലുള്ളതാണ് അല്ലേ? ദ സൺ, ദ മൂൺ, ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഹ്യൂമൻ ബീങ്സ്, ആനിമൽസ്, ബേർഡ്സ്, ഇതെല്ലാം നാച്ചുറൽ തിങ്സ് ആണ്. തിങ്സ് ആർ ഗിവൺ ബൈ നേച്ചർ ആർ കോൾഡ് നാച്ചുറൽ തിങ്സ്. നാച്ചുറൽ തിങ്സിന് എക്സാമ്പിൾ ആണ് വാട്ടർ, എയർ, ലാൻഡ്, ദ സൺ, ദ മൂൺ, ഹ്യൂമൻ ബീങ്സ്, ആനിമൽസ്, പ്ലാന്റ്സ്, ബേർഡ്സ്. These are natural things. Okay, നമുക്ക് എന്ത്
വാട്ടർ, എയർ, സ്റ്റോൺസ്, ട്രീസ്, ഇതെല്ലാം നാച്ചുറൽ തിങ്സ് ആണ്. അപ്പോൾ മാൻമെയ്ഡ് തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻമെയ്ഡ് തിങ്സ് are made by human beings. Things are made by human beings. Things made by human beings എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മൾ മാൻമെയ്ഡ് തിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ തിങ്സ് ആർ മെയ്ഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ് ആർ കോൾഡ് മാൻമെയ്ഡ് തിങ്സ്. മാൻമെയ്ഡ് തിങ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? അതായത് നിങ്ങളുടെ ഹൗസ് അല്ലേ, ഹൗസ് ഒരു മാൻമെയ്ഡ് തിങ് ആണ്. പിന്നെ ബിൽഡിങ്സ്, പിന്നെ റോഡ്സ്, ഇതെല്ലാം മനുഷ്യരുണ്ടാക്കുന്നതല്ലേ. ബ്രിഡ്ജസ്, പിന്നെയോ ക്ലോക്സ്, അതുപോലെ തന്നെ ബുക്സ്, പിന്നെ നിങ്ങളുടെ പെൻസില്, പെന്ന്, ഇതെല്ലാം എന്താണ്? നിങ്ങളുടെ ബാഗ്, ചെയർ, ഇതെല്ലാം മാൻമെയ്ഡ് തിങ്സ് ആണ്. അതായത് മനുഷ്യരുണ്ടാക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ മാൻമെയ്ഡ് തിങ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ തിങ്സ് എന്ന് പറഞ്ഞാൽ തിങ്സ് ആർ ഗിവൺ ബൈ നേച്ചർ, അതായത് പ്രകൃതി നമുക്ക് തരുന്ന വസ്തുക്കളെയാണ് നമ്മൾ നാച്ചുറൽ തിങ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് വാട്ടർ, എയർ, ലാൻഡ്, സൺ, ദ മൂൺ, ട്രീസ്, സ്റ്റോൺസ്, പിന്നെ ഹ്യൂമൻ ബീയിങ്സ്, ആനിമൽസ്, ബേർഡ്സ്, ഇതെല്ലാം പ്ലാന്റ്സ്, ഇതെല്ലാം നാച്ചുറൽ തിങ്സ് ആണ്. മാൻമെയ്ഡ് തിങ്സോ? മാൻമെയ്ഡ് തിങ്സിനകത്ത് തിങ്സ് ആർ മെയ്ഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ്. അതിന് എക്സാമ്പിൾ ആണ് മനുഷ്യർ നിർമ്മിക്കുന്ന വസ്തുക്കളാണ് മാൻമെയ്ഡ് തിങ്സ്. ഹൗസ്, റോഡ്സ്, ബ്രിഡ്ജസ്, ബുക്സ്, പെൻസ്, പെൻസിൽസ്, ചെയർസ്, ടേബിൾസ്, ഇതെല്ലാം മാൻമെയ്ഡ് തിങ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ഓക്കെ, so next is living and non-living things. Human beings, animals and plants are living things. Human beings, animals and plants are living things. Living things are those that have life and can grow and move. അതായത് ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ ലിവിങ് തിങ്സിന് ജീവനുണ്ട്, ലിവിങ് തിങ്സിന് മൂവ് ചെയ്യാൻ പറ്റും, ലിവിങ് തിങ്സിന് വളരാൻ പറ്റും. ജീവനുള്ള വസ്തുക്കളെയാണ് നമ്മൾ ലിവിങ് തിങ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആരൊക്കെയാണ്? ഹ്യൂമൻ ബീയിങ്സ്, ഓക്കെ, മനുഷ്യർ, അതുപോലെ ആനിമൽസ്, പിന്നെ പ്ലാന്റ്സ്, ഇതെല്ലാം ജീവനുള്ള വസ്തുക്കളാണ്. സോ ദേ ആർ കോൾഡ് ലിവിങ് തിങ്സ്. തിങ്സ് ദാറ്റ് ഹാവ് ലൈഫ് ആർ കോൾഡ് ലിവിങ് തിങ്സ്. അപ്പോൾ നോൺ ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിങ്സ് ദാറ്റ് ഡു നോട്ട് ഹാവ് ലൈഫ് are called non-living things. They cannot grow or move around. അതായത് തിങ്സ് ദാറ്റ് ഡു നോട്ട് ഹാവ് ലൈഫ്, ജീവനില്ലാത്ത വസ്തുക്കളെ നമ്മളപ്പോൾ നോൺ ലിവിങ് തിങ്സ് എന്നാണ് പറയുന്നത്. ജീവനില്ലാത്ത വസ്തുക്കൾ വളരുമോ? നിങ്ങളുടെ ബാഗോ, നിങ്ങളുടെ പെൻസിലോ, നിങ്ങളുടെ സ്കെയിലോ, ഇതൊക്കെ വളരുമോ? ഇല്ല. ദേ ആർ നോൺ ലിവിങ് തിങ്സ് അല്ലേ. നോൺ ലിവിങ് തിങ്സിന് എക്സാമ്പിളാണ് ചെയർസ്, ടേബിൾസ്, ഫാൻസ്, ഹൗസസ്, roads, books and stones. These are all non-living things. Okay, things that do not have life are called non-living things. Okay, next ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിവിങ് തിങ്സിൻ്റെ നോൺ ലിവിങ് തിങ്സിൻ്റെ ഡിഫറൻസ്, അല്ലെങ്കിൽ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ഓക്കെ,